എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ഇപ്പോൾ എക്കണോമിക് ടൈംസിലാണെങ്കിലും പുള്ളിക്കാരി പറയുന്നത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഏഷ്യൻ പിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ പൊസിഷനിലൊന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ശരിക്കും പുള്ളിക്കാരി അവരുടെ സത്യമാണോ അതോ പുള്ളിക്കാരി അതൊന്നും തിരിച്ചും മറിച്ചും പറഞ്ഞാണോ? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പി ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നത്, ഡോളർ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആവുന്നത് മനസ്സിലാക്കാം. ഗവൺമെന്റ് ശരിക്കും ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഒരു ഫോളിൽ? ഇപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോഴും പലരും ചോദിച്ച ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ, എന്താണ് ഇന്ത്യൻ റുപ്പിയുടെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി സെഞ്ചുറി അടിക്കുമോ? അതായത് 87 എന്തോ ആണല്ലോ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ എപ്പോൾ അടിക്കും, എത്ര ലെവൽസിൽ റീച്ച് ചെയ്യും എന്ന് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എൻ്റെ പേര് തോമസ് എന്നാണ്. നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ, എന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനലിലെ കോണ്ടന്റ് നോക്കുക. ചാനലിൻ്റെ അകത്ത് നമ്മൾ പല ഫിനാൻഷ്യൽ കാര്യങ്ങളും സ്റ്റാർട്ടപ്പ് കാര്യങ്ങളും പല രീതിയിലുള്ള പോഡ്കാസ്റ്റും സ്റ്റോക്സിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും പല രീതിയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിലാണെങ്കിൽ അതല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതൊരു വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം താഴെ കുറച്ച് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക്സിനെ കുറിച്ച് കൂടുതൽ നോക്കി മനസ്സിലാക്കി അതിൻ്റെ അകത്തൊരു 1-on-1 മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ ഒരു ട്രെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൗൺസിലറായിട്ടൊരു 1-on-1 മീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ എൻ്റെ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേർ വി വിൽ ബി ഷെയറിംഗ് എ ലോട്ട് ഓഫ് റിസർച്ച് ഡേറ്റ ഓൺ ഇക്വിറ്റി മാർക്കറ്റ്സ്, എക്കണോമിക്സ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ഒരു വാട്സ്ആപ്പ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ റുപ്പി, ജാപ്പനീസ് യെൻ, ചൈനീസ് യുവാൻ ഇത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്യാൻ ഡോളറിന്റെ അഗെയിൻസ്റ്റ് എന്താ പറ്റിയെന്നുള്ളത് 1 ഇയറിലും 6 മന്ത്സിനും കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിർമ്മല സീതാരാമൻ നമ്മുടെ നാഷണൽ ക്രഷ് എന്ന് വിളിക്കുന്ന നാഷണൽ ക്രഷ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി 12 lakhs ബിലോയുള്ള എല്ലാ ടാക്സ് പേയേഴ്സിനും ടാക്സ് വേ ഓഫ് ചെയ്തവരുണ്ട്. പെട്ടെന്ന് പുള്ളിക്കാരി നാഷണൽ ശത്രു എന്നുള്ള രീതിയിൽ മാറി പെട്ടെന്ന് നാഷണൽ ക്രഷ് എന്നുള്ള രീതിയിലായിപ്പോയി. അപ്പോൾ അങ്ങനെ കുറേ മീംസ് നിങ്ങൾ കണ്ടുകൊണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ശരിക്കും ശരിയാണോ? ജോക്സ് എപ്പാർട്ട്, ശരിക്കും RBI എത്രത്തോളം ഇവിടെ ഇന്റർവൈൻ ചെയ്യുന്നുണ്ട് റുപ്പിയുടെ ഫോൾ എന്ന് പറയുന്നത്? അത് ജാപ്പനീസ് യെൻ, ചൈനീസ് യുവാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഏഷ്യൻ പിയേഴ്സ് എന്ന് പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ചൈനീസ് യുവാനാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചൈനീസ് യുവാന്റെ 1 ഇയർ മൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ചൈനീസ് യുവാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോൾ ചെയ്തെങ്കിലും അവിടുന്ന് നല്ല രീതിയിൽ തിരിച്ച് മുകളിലേക്ക് കയറി. അപ്പോൾ നമ്മൾ 1 ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈനീസ് യുവാന്റെ ഈ പറയുന്ന പോലെ ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചൈനീസ് യുവാൻ ഫോൾ ചെയ്തിരിക്കുന്നത് വെറും 1.4% ഉള്ളൂ. 1.4%. ഓക്കെ, നോട്ട് ദ പോയിന്റ്. 1.4% ചൈനീസ് യുവാൻ. ഇനി ജാപ്പനീസ് യെന്നോ ഇതുപോലെ തന്നെ ജാപ്പനീസ് യെൻ ആദ്യം ഫോളോ ചെയ്തു. 1 ഇയറിന്റെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. US ഡോളറിന്റെ അഗെയിൻസ്റ്റ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഡോളർ ജാപ്പനീസ് യെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ US ഡോളർ ചൈനീസ് യുവാൻ കമ്പാരിസൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പീക്കിൽ നിന്ന് പോയി താഴെ വന്ന് പിന്നെ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ജാപ്പനീസ് യെൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 140 എന്നുള്ളത് 152ലേക്ക് കയറിയപ്പോൾ ജാപ്പനീസ് യെൻ US ഡോളറിന്റെ അഗെയിൻസ്റ്റ് വീക്കൻ ആയത് 2% ആണ്. ഇനിയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കമ്പാരിസൺ, ഇന്ത്യൻ റുപ്പിയുടെ കമ്പാരിസൺ വരാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യൻ റുപ്പിയുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം US ഡോളർ അഗെയിൻസ്റ്റ് ഇന്ത്യൻ റുപ്പി നമ്മൾ ഏറ്റവും ബോട്ടം എന്ന് പറയുന്നത് 82.68 ആയിരുന്നു. അത് 87.53 വരെ മുകളിലേക്ക് പോയി, വിച്ച് ഇസ് എ ഫോൾ ഓഫ് 6%. അപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഏഷ്യൻ പിയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6% ഫോൾ ആണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ 1 ഇയർ ഫോർകാസ്റ്റിൽ ഫോൾ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ റുപ്പിയാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താ നമുക്ക് നോക്കാം. അതായത് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റീസൺസ് ഞാൻ പുറകെ കാണിക്കാം. ഇനി നമുക്കൊരു 6 months കമ്പാരിസൺ നടത്താം. ഓക്കെ, ചൈനീസ് യുവാൻ നമുക്ക് കമ്പയർ ചെയ്യാം. 6 monthsന്റെ സ്റ്റീപ്പായിട്ട് ഇത് കയറിപ്പോവുക. അതായത് ചൈനീസ് യുവാന്റെ US ഡോളറിന്റെ വാല്യൂ കയറിപ്പോയതായിട്ടാണ് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ 6 monthsന്റെ കമ്പാരിസൺ നോക്കുമ്പോൾ ചൈനീസ് യുവാൻ എന്ന് പറയുന്നത് 4% ഫോൾ ചെയ്തിട്ടുണ്ട്. 4% 6 months കമ്പാരിസൺ. 1 ഇയർ ആണ് നമ്മൾ മുമ്പ് കമ്പയർ ചെയ്തത്. ഇനി അതുപോലെ ജാപ്പനീസ് യെൻ എത്ര ചെയ്തിട്ടുണ്ട്? ഇതാണ് പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ട് കയറിപ്പോയി. ഇപ്പോൾ 140 152ലേക്ക് കയറിപ്പോയിട്ടുണ്ട്, വിച്ച് ഇസ് എൻ 8%. അതായത് ജാപ്പനീസ് യുവാൻ has fallen 8% as compared to US ഡോളർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ റുപ്പി നമുക്ക് നോക്കാം 6 months. ഓക്കെ, ഇവിടെ നമ്മൾ 6 months എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു
കയറ്റം 83.47 87 എന്ന് പറയുന്നത് ആ കയറ്റം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് 4.8% ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 6 മന്ത്സിന് കമ്പയർ ചെയ്യുമ്പോൾ ജാപ്പനീസ് yen 8%, ചൈനീസ് യുവാൻ 4%, നമ്മൾ 4.8%. അപ്പോൾ 6 മന്ത്സ് നോക്കുമ്പോഴും നമ്മൾ സെക്കൻഡിലാണ് നിൽക്കുന്നുള്ളൂ. ഏഷ്യൻ പിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പാകിസ്ഥാനും ശ്രീലങ്കയെയും ഇവിടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ GDPയുടെ ക്ലോസ് നമ്പേഴ്സ് വരുന്ന ജപ്പാനെയും പിന്നെ നമ്മുടെ GDPനേക്കാളും 3-4 ടൈംസ് ഉള്ള ചൈനീസിനെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് 1 ഇയറിൽ നമ്മൾ സോയിൽഡ് ആയിട്ട് നമ്മൾ ഫോൾ ചെയ്തെങ്കിലും കഴിഞ്ഞൊരു 6 മന്ത്സ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൾ അത്ര ഗംഭീരമായ ഫോൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ വേറെ റീസൺ എന്താണ്? അതിന്റെ വേറെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ US ഡോളറിന്റെ റിസർവ് ആണ്. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണ്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് $7 മില്യൺ വരെ പോയിട്ട് അവിടുന്ന് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലേറ്റർ എൻഡ്, അതായത് 2025ന്റെ Q3 2024ന്റെ Q3, അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞ സമയം തുടങ്ങി ഇന്ത്യൻ ഗവൺമെൻറ് നല്ല രീതിയിൽ US ഡോളർ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇതാണ് അവർ ഇതിനകത്ത് ചെയ്യുന്നത്. ദേ ആർ സെല്ലിംഗ് ഓഫ് ദ ഡോളർ റിസർവ്സ് സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ഹോൾഡ് ഓൺ ടു ദിസ് ഭയങ്കരമായിട്ടൊരു സ്റ്റോം ഇന്ത്യൻ റുപ്പിയുടെ മുകളിൽ വന്നൊരു പ്രശ്നത്തിന് അവർ ഹോൾഡ് ഓൺ ചെയ്യാൻ അവർ സിമ്പിളായിട്ട് ചെയ്ത് ഈ ഒരു ടെക്നിക്കാണ് അവർ സെൽ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വളരെ അഡ്വാൻസ് ആയിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവർ $7 മില്യൺ വരെ US ഡോളർ അക്യൂമുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പറ്റാവുന്ന കൺട്രോളബിൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ റുപ്പി കേർട്ടേൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാലും റുപ്പി ഭയങ്കരമായിട്ട് ഫോളായി. അപ്പോൾ എന്തുകൊണ്ടാണ് റുപ്പി ഫോൾ ആയതിൻ്റെ 4 റീസൺസിൽ ഏറ്റവും ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് FISന്റെ എക്സിറ്റ് ആണ്. FIS എന്ന് പറയുന്നത് ക്ലോസ് ടു $2 lakh ആണ് കഴിഞ്ഞ ഒക്ടോബർ തുടങ്ങി ഇന്ന് വരെ FIS എക്സിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇതിൻ്റെ ഒരു ലോജിക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ US ഡോളറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ US ഡോളറിൽ എങ്ങനെ പോയാലും അവർക്കൊരു ആർബിട്രേജ് ലോസ് ആണ്. ആർബിട്രേജ് ലോസ് എന്ന് പറയുന്നത് അവർ US ഡോളറിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ ഡോളറിലേക്ക് ഇട്ട് ഇന്ത്യൻ ഡോളറിൽ നിന്ന് തിരിച്ച് കൺവേർട്ട് ചെയ്ത് US ഡോളറിലേക്ക് എടുക്കണമല്ലോ. ആ ഒരു കറൻസി ഡിഫറൻസിന്റെ ലോസ് എന്ന് പറയുന്നത് ക്ലോസ് ടു 4.5 to 5% ആണ്. അപ്പോൾ FIS ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കറൻസി ലോസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഈ കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം വരെ ക്ലോസ് ടു 20% ആണ് മാർക്കറ്റ്സിന്റെ റിട്ടേൺസ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് വെരി ഹയർ ടേം. അപ്പോൾ ഇവരുടെ ഈ ആർബിട്രേജ് ലോസ് കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് 15% US ഡോളറിൽ തന്നെ US ഡോളറിന്റെ ഇത് സെറ്റ് ഓഫ് ചെയ്തിട്ട് തന്നെ 15% ഇവർക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് FIS ഭയങ്കരമായിട്ട് എക്സിറ്റ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് US ബോണ്ട് ഈൽഡാണ്. നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ US ബോണ്ട് ഈൽഡ് 3.5% നിന്ന് 4.6-4.5% പോയപ്പോൾ US ബൈ കൂടുതൽ ആയിട്ട് വന്നു. അതായത് US ഡോളറിലേക്കുള്ള ഡിമാൻഡ് കൂടുതലായിട്ട് വന്നു. ആൾക്കാർക്ക് പണ്ട് മുമ്പ് ഒരു 3-4 years ബാക്ക് എന്ന് പറയുന്നത് US ബോണ്ട് ഈൽഡ് ഇൻവെസ്റ്റ് ചെയ്ത 0.5% കിട്ടുന്നുണ്ടാകുള്ളൂ. ഒന്ന് ആലോചിക്കുക, 0.5%, വിച്ച് ഇസ് പോസ്റ്റ് കൊറോണ. പക്ഷേ 0.5% നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് 4.6%-ലേക്കൊക്കെയാണ്. അപ്പോൾ ഇനി അത് ലോങ്ങർ ടേമിൽ, പക്ഷേ ഷോർട്ടർ ടേമിൽ നോക്കുകയാണെങ്കിൽ 3.6% ഫിഗർ കാണിക്കുന്ന പോലെ 3.6% നിന്ന് 4.6%-ലേക്ക് കയറിയപ്പോൾ US ഡോളറിന്റെ ഡിമാൻഡ് കൂടി. അതാണ് രണ്ടാമത്തെ റുപ്പി ഫോളിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യെന്നിന്റെ പ്രശ്നമാണ്. ജാപ്പനീസ് യെനിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ന്യൂസിൽ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് യെനിന് 0 ഇൻട്രസ്റ്റ് റേറ്റ് നിന്ന് 0.5% വരെ ജാപ്പനീസ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ജപ്പാനിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ജാപ്പനീസ് എമൗണ്ട്, അതായത് അക്രോസ് ദ വേൾഡ് ഇൻവെസ്റ്റേഴ്സിന് ജാപ്പനീസ് yen കടമെടുത്തിട്ട് 0% ഇൻട്രസ്റ്റ് റേറ്റിൽ കടമെടുത്തിട്ട് അവർക്ക് അവരുടെ കൺട്രീസിലോ വേറെ ഓപ്പർച്യൂണിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ 0.5% ആണ് ഇപ്പോൾ ജാപ്പനീസ് yen നമ്മൾ കടമെടുക്കാൻ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് പറ്റി, ഇപ്പോൾ നമ്മൾ ബാങ്ക്സിലൊക്കെ ഫോർവേഡ് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോർവേഡ് ബുക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു 10 ഇയേഴ്സിന്റെ സമയം നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് യെനിലാണ്. കാരണം അവിടെ റിട്ടേൺസ് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻട്രസ്റ്റ് ജാപ്പനീസ് യെനിൽ 0.5% ഇൻട്രസ്റ്റ് വന്നപ്പോൾ അവിടുത്തെ ആ റിട്ടേൺസ് കുറഞ്ഞു. അതിനോട് ജാപ്പനീസ് യെനിന്റെ പൊസിഷനൊക്കെ എക്സിറ്റ് ചെയ്തിട്ട് എല്ലാവരും US ഡോളറിലേക്ക് തിരിച്ചു പോകാനുണ്ടായി. അപ്പോൾ അതും ഈ ജാപ്പനീസ് യെനിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തതും ഭയങ്കര വലിയൊരു കാരണമായിരുന്നു. ദ വൈ ഇന്ത്യൻ റുപ്പി ആക്ച്വലി ഫെൽ. ഇനി ഇതുമല്ല, ഏറ്റവും ലാസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഓവർ വാല്യൂറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദ കൈൻഡ് ഓഫ് ഓവർ വാല്യൂവേഷൻ സം ഓഫ് ദ സ്റ്റോക്സ് വർ ക്ലോക്കിംഗ്. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, പിന്നെ
ട്രെൻഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, കല്യാൺ ജ്വല്ലേഴ്സ് പറഞ്ഞ സ്റ്റോക്ക്, ഇവിടെ ഇതൊക്കെ എവിടെയോ എത്തി. അപ്പോൾ അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ ആയിരുന്നില്ല. ഐ മീൻ നോ സ്റ്റോക്സ് ഓർ നോ മാർക്കറ്റ് ഷുഡ് ബി ഓവർ വാല്യുവേറ്റഡ് എന്ന് സ്ട്രോങ്ലി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ഓവർ വാല്യുവേഷൻ സമയത്ത് ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റേഴ്സ് പോലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു FIIs പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ചിന്തിച്ചുകൂടാ? അപ്പോൾ അതും കൂടെയാണ് ഇന്ത്യൻ റുപ്പി ഫോളോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ 5 years കോൺടെക്സ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ബാങ്ക്സിൽ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെങ്കിൽ ഫോറക്സ് അവരുടെ ഫോർവേഡ് ബുക്കിംഗ് റേറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5 yearsന്റെ ഫോർകാസ്റ്റ് 97ഉം 100ഉം ആണ്. അപ്പോൾ ബാങ്ക്സിന്റെ ഫോർകാസ്റ്റ് ഡെഫിനറ്റ്ലി അത് ചെയ്യുമ്പോൾ അവർ വളരെ വെറ്റ് ചെയ്തേ ചെയ്യുള്ളൂ, അവർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തേ ചെയ്യുള്ളൂ. അതേ ഫോർകാസ്റ്റ് തന്നെ പല ബാങ്ക്സിന്റെ, ഞാൻ ആക്സിസ് ബാങ്കിന്റെയും ICICI ബാങ്കിന്റെ ഒക്കെ ഫോർകാസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ 5 yearsന്റെ 97 to 100 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2030 ഒരു 9700 ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗേൻസ്റ്റ് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ റുപ്പി ക്രാഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് നമ്മുടെ റുപ്പി പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഇതല്ലാണ്ട് വേറെയും ടൂൾസ് ഉണ്ട് ഗവൺമെന്റിനെ റുപ്പി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ടൂൾസ്, അങ്ങനെ പറഞ്ഞ കുറെ ടൂൾസ് ഉണ്ട്. വി ഡോണ്ട് വാണ്ട് ടു കൺഫ്യൂസ് യു വിത്ത് ദാറ്റ്. അപ്പോൾ ആ ടൂൾസ് എല്ലാം, അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് ടൂൾസ് എല്ലാം അവർ ഓവർ ദ ടൈം പുറത്തെടുക്കുമായിരിക്കും ഇഫ് ദ റുപ്പി ഫോൾ ഇസ് ഗോയിങ് ടു ബി സ്ട്രോങ്ങർ. ബട്ട് എൻ്റെ ഒരു മനസ്സിലാക്കലിൽ എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഡൊണാൾഡ് ട്രംപ് ഡസ് ദേ. പക്ഷേ എൻ്റെ മനസ്സിലാക്കലിൽ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 25-26 തുടങ്ങി മാർക്കറ്റ് തിരിച്ച് റിവൈവ് ചെയ്ത് തുടങ്ങണം. ബിക്കോസ് ഈ ഒരു ടാക്സ് സേവറിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയത് പതുക്കെ കാസ്കേഡ് ചെയ്ത് വരാൻ ഒരു ക്വാർട്ടർ കൂടി എടുക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു മാർച്ച് വരെ നമുക്ക് മാർക്കറ്റിന്റെ വോൾട്ടിലിറ്റി കാണാൻ സാധിക്കുമെങ്കിലും അത് കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ജൂൺ നമുക്കൊരു മാർക്കറ്റ് ഷാർപ്ലി തിരിച്ച് വരുന്ന രീതിയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ അസസ് ചെയ്യണമെങ്കിൽ ഫോർ ഫ്രീ, അതായത് നിങ്ങളുടെ ഒരു റിസർച്ച് അനലിസ്റ്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കുക. താഴത്തെ ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം വാട്സ്ആപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until and unless we see next time with a very, very valuable video. Bye bye. Thomas signing off.